ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നുന്ന ഒരു വാർത്തയാണ്. അവരും അങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൗതുകം തോന്നുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയെന്ന് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള കാരണം, അവർക്കിത് ഞെട്ടിപ്പിക്കുന്നതായിട്ട് തോന്നിയില്ലെങ്കിലും, കാരണം അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ അങ്ങനെ ഒരു നെറേറ്റീവാണ് ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. സംഭവം നമ്മൾ റഷ്യയിലേക്ക് എണ്ണ കയറ്റി അയക്കാനായിട്ട് പോവുകയാണ്. ആദ്യം അവർ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ട്രംപ് പറഞ്ഞത് കൊണ്ട് മോദി കിടുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് പൊളിഞ്ഞുപോയി. റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ നമ്മൾ ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റഷ്യയിലേക്ക് അങ്ങോട്ട് എണ്ണ കയറ്റി അയക്കാൻ പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്, ഗ്യാസോലിൻ. അപ്പോൾ അങ്ങനെ റഷ്യയിലേക്ക് എണ്ണ കയറ്റി അയക്കുമ്പോൾ നമുക്കറിയാം റഷ്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളെല്ലാം തകർന്നു പോയി. യുക്രൈന്റെ വമ്പൻ ഡ്രോൺ ആക്രമണമാണ് അവിടെ നടന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. മാധ്യമങ്ങൾക്ക് ഇതൊരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. കാരണം റഷ്യയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എണ്ണ മേടിക്കുന്നത്. നമ്മുടെ നിഷാ പുരുഷ് പറഞ്ഞതുപോലെ ആത്മനിർഭർ ഭാരത് വഴി മോദിക്ക് എണ്ണ കുഴിച്ചെടുക്കാനുള്ള പ്രൊവിഷൻ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അതിന്റെ റിസർച്ച് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ എണ്ണ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ റഷ്യയിലേക്ക് എണ്ണ കയറ്റി അയക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പവർ ആലോചിച്ച് നോക്കണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഹിസ് എ ടഫ് മാൻ. അദ്ദേഹം ഒരു ഏഞ്ചൽ മാലാഖയെ പോലെ കാണുമെങ്കിലും ഇയാളോട് പറഞ്ഞു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പൊ മോദിക്ക് ഇന്ത്യയാണ് പ്രയോറിറ്റി. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിട്ട് മിച്ചം വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നരേന്ദ്രമോദി ഏത് രാജ്യങ്ങൾക്കായാലും കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ചേട്ടാ, നമ്മൾ എത്തനോൾ കലർത്തിയ പെട്രോളാണ് അങ്ങോട്ടേക്ക് കയറ്റി അയക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ട് തോന്നാത്തത് എത്തനോളിനെ കുറിച്ച് ഊമാര് പടച്ചു വെച്ചിരിക്കുന്ന കഥകൾ അത്തരത്തിലുള്ളതാണ് എന്നതുകൊണ്ടാണ്. കാരണം എത്തനോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ടി നശിച്ചു പോകും. എത്തനോൾ അടിക്കുന്ന വണ്ടികളിൽ ഉറുമ്പരിക്കുന്നു. എത്തനോൾ അടിക്കുന്ന വണ്ടികൾ വന്നതോടുകൂടി കരിമ്പ് കർഷകർ പട്ടിണിയിലായി എന്നിങ്ങനെയുള്ള വാർത്തകൾ ഇവർ അടിച്ചു വെച്ചിരിക്കുന്നത്. എത്തനോളൊക്കെ ഒരു പെട്രോൾ ആണോ എന്നുള്ള രീതിയിൽ ഒരു വാർത്തകൾ പറയുന്നു. ആ പെട്രോളാണ് ഇപ്പോൾ റഷ്യ വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വാങ്ങിക്കാനായിട്ട് റഷ്യ ഒരുങ്ങുന്നത്. അപ്പൊ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ട് എന്നിലുള്ളിലെ മാധ്യമ പ്രവർത്തകന് തോന്നി. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വാർത്ത രാവിലെ നമ്മുടെ ഇവിടെ ഓഫീസിൽ നമ്മുടെ ജേർണലിസ്റ്റിനെ കൊടുത്തായിരുന്നു ഈ വാർത്ത. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പുള്ളി വളരെ കൂളായിട്ട് ഈ വാർത്ത മേടിച്ച് ഇപ്പൊ പുള്ളിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഇപ്പൊ പുള്ളി ഈ വാർത്ത വായിച്ചിട്ട് മീൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കൂളായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായോ എന്ന് വെച്ച് പുള്ളി മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ വാർത്ത റഷ്യയിലേക്ക് എണ്ണ കയറ്റി വിടുന്നത് ഒരു വാർത്തയല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാ മാധ്യമങ്ങളും വന്ന വാർത്ത. പക്ഷെ നമ്മുടെ വാർത്ത അതല്ല. അത് എഥനോൾ കലർന്ന പെട്രോളാണ് നമ്മൾ കയറ്റി വിടുന്നത്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്, നമ്മുടെ വാർത്ത എന്ന് പറയുന്നത്. കാരണം അത് ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നതാകാം, നമ്മുടെ ജേർണലിസ്റ്റും ശ്രദ്ധിക്കാതെ പോയതാകാം. അതിനകത്ത് ആ ഒരു കണ്ടന്റ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ വാർത്ത എന്ന് പറഞ്ഞാൽ എഥനോൾ കലർന്ന പെട്രോളാണ് കയറ്റി വിടുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ എഥനോളിന് ഇന്റർനാഷണൽ നിലവാരമുണ്ട് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് വരും, ഇന്റർനാഷണൽ നിലവാരമുള്ള എഥനോൾ നമ്മൾ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രസീലിലൊക്കെ ഏതാണ്ട് 99% എഥനോളിൽ തന്നെ ഓടുന്ന വണ്ടികളാണ്. അപ്പം ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തുകൊണ്ടാണ് റഷ്യയിലേക്ക് നമ്മുടെ പ്രതിദിന ഉൽപാദനം കൂടെ നമ്മൾ അറിയണം. ഈ ഗ്യാസ്നോലിൻ എന്നാണ് പറയുന്നത്. ഗ്യാസ്നോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ തന്നെയാണ്. അത് നമ്മൾ ഇപ്പൊ UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പെട്രോൾ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഗ്യാസോലിൻ എന്നാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് വാക്കാണത്. ഗ്യാസ് പ്ലസ് ഓയിൽ, അത് ഗ്യാസ് ഓയിൽ എന്നാണ് അവർ ഇതിന് പറയുന്നത്. അപ്പം ചെറു വിമാനങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ധനം കൂടിയാണിത്. നമ്മുടെ പെട്രോൾ തന്നെ അതിലൂടെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം നമുക്ക് 1.3 ലക്ഷം ബാരലായിരുന്നു നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും ഏഷ്യൻ രാജ്യങ്ങൾക്കായിരുന്നു നമ്മളിത് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ റഷ്യയുടെ കയ്യിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ. അത് പെട്രോൾ കൊടുക്കുന്നുണ്ട്, പെട്രോളിന് തന്നെ മറ്റ് പല ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതും നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ റഷ്യയിലേക്ക് കടന്നു. എന്തുകൊണ്ടാണ് റഷ്യയിലേക്ക് ഇത് വന്നതെന്ന് പറഞ്ഞാൽ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചാണ്, ഉക്രൈൻ മാരകമായ അടിയടിച്ച് ഇവരുടെ റിഫൈനറികളും ചില തുറമുഖങ്ങളും ഒക്കെ ഡാമേജുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ റഷ്യ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഉഷ്ണകാലം വരുമ്പോൾ, അതായത് ഈ വേനൽക്കാലം വരുമ്പോൾ റഷ്യക്ക് ഏതാണ്ട് പ്രതിദിനം അവർക്ക് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ 11 ലക്ഷം ബാരൽ ആണ്. ഒരു ദിവസം തന്നെ 1,11,000 ബാരൽ വേണ്ടി വരും ഒരു ദിവസം അവരുടെ ഉപയോഗം. നിലവിൽ അവർക്ക് 85,000 ബാരലാണ് അവരുടെ പ്രതിദിന ഉൽപാദനം. പക്ഷെ അവർക്ക് ഈ വേനൽക്കാലം വരുമ്പോഴത്തേനും ഇത്തരം ബാരൽ ആവശ്യമായി വരും. അപ്പോൾ ഏതാണ്ട് ഒരു 25,000 ബാരലിന്റെ കുറവുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉൽപാദനം ഇത് 4 ലക്ഷം ബാരൽ പെർ ഡേ ആണ് ഞാൻ ഈ പറയുന്നത്.
പെർ ഡേ ഇന്ത്യ 4 ലക്ഷം ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ളത് പെർ ഡേ ഒരു 25,000 to 30,000 ബാരൽ ആണ് ഇവർക്ക് ഇപ്പോഴത്തെ ഈ കമ്മി നികത്താൻ വേണ്ടത്. ഇനി ഉക്രൈൻ വീണ്ടും മാരകമായ രീതിയിൽ ആക്രമണം നടത്തുകയും കൂടുതൽ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു വലിയ ആക്രമണം നടത്തിയിട്ട് അവരുടെ പ്രധാനപ്പെട്ട 2 റിഫൈനറികൾക്കാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അളവ് വീണ്ടും കൂടും. നമ്മളെ ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഇത് എഥനോൾ കയർത്തി എന്നുള്ളത് തന്നെയാണ്. കാരണം എഥനോളിനെതിരെ നിരന്തരം വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലോകത്തെ ഈ മരുന്ന് മാഫിയ, ഡ്രഗ് മാഫിയ ഉണ്ട്. ആ മാഫിയ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ശക്തമായ മാഫിയ ഈ ഓയിൽ മാഫിയയാണ്. അവരാണ് ലോകത്തിലെ ഈ എണ്ണയുടെ വില നിയന്ത്രിക്കുന്നത്, എണ്ണ കച്ചവടം നിയന്ത്രിക്കുന്നത്, എങ്ങനെ വേണമെന്ന് നിയന്ത്രിക്കുന്നത്, അതായത് യുദ്ധം പോലും നിയന്ത്രിക്കുന്നത് ഈ മാഫിയയാണ്. അതായത് ഈ ട്രംപ് ഇത്ര ആവേശത്തോട് ചാടി ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. കാരണം അദ്ദേഹത്തിനും അനവധി ഓയിൽ പൂൾസ് ഉണ്ട്, ഓയിൽ കമ്പനികളുണ്ട്, ഓയിൽ കമ്പനി ഷെയർ ഉള്ളതുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ. അപ്പൊ ഇവരാണ് ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതും ഈ ഓയിലിന്റെ പ്രൈസ് മുകളോട്ടും താഴോട്ടും ചാഞ്ചാടിക്കുന്നതും ഒക്കെ ഈ ഒരു ടീമാണ്. അപ്പൊ ആ ഒരു മാഫിയ വളരെ ശക്തമാണ്. നമുക്കറിയാം 1960-കളിൽ തന്നെ ജപ്പാനില് ഇലക്ട്രിക് കാർ ഇറങ്ങിയതാ. അതിനുശേഷം 65-ൽ സോളാർ കാർ ഇറങ്ങിയതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ജപ്പാന് ഒന്നും ഈ സോളാറിലോ ഇലക്ട്രിക്കൽ കാറിലോ മുമ്പോട്ട് വരാൻ കഴിയാഞ്ഞത്? ഇപ്പോഴാണല്ലോ അവിടെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി. എന്തുകൊണ്ട് അന്ന് വന്നില്ല എന്ന് ചോദിച്ചാൽ ഈ മാഫിയകൾ അതിനെ തകർത്ത് കളഞ്ഞു. അപ്പൊ ലോകത്തെമ്പാടും ഈ പെട്രോളിനോ ഇല്ല ഡീസലിനോ എതിരെ ഉള്ള ഒരു ഊർജം രൂപീകരിക്കുന്ന ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഈ മാഫിയ ഇടപെടും, അതിനെ തകർത്ത് കളയും. ഒന്നുകിൽ അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരാളെ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വിലക്കെടുത്തുകൊണ്ട് അയാൾക്ക് വലിയ സാലറിയോ അല്ലെങ്കിൽ വലിയ പണമോ ഓഫർ ചെയ്ത് അവരുടെ കമ്പനിയുടെ ഭാഗമാക്കുകയും അയാളുടെ പരീക്ഷണം നിർത്തിവെക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. പിന്നെ ഈ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ എഥനോളിനെ കുറിച്ച്, എഥനോൾ ഉപയോഗിച്ചിട്ട് ഡാമേജ് വരും എന്നതിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് ഇതുവരെ ഒരു തെളിവ് ലോകത്തെങ്ങുമില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം അത് എഴുതി വിടുന്നുണ്ട്. കംപ്ലൈന്റ് പറ്റും, പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ഒരു മണ്ടത്തരം ഞാൻ ആലോചിക്കുന്നത്, ഈ എത്തനോള് ഇപ്പൊ ഒരാൾ പെട്രോൾ അടിച്ചിട്ട് എത്തനോൾ അടിച്ചിട്ട് അയാൾ വീട്ടിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ പെട്രോൾ ടാങ്കിന് ചുറ്റും ഉറുമ്പരിക്കുന്ന വിഷ്വൽസ്, ഈ AI കാലത്ത് ഇതൊക്കെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെയാണ് പല പ്രമുഖ മാധ്യമങ്ങളും, നമ്മൾ വളരെ ക്രെഡിബിൾ എന്ന് വിശ്വസിക്കുന്ന പല പ്രമുഖ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ വാർത്ത കൊടുത്തത്? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പെണ്ണുപിള്ള ചോദിക്കും പോലെ നിനക്ക് വല്ല കഴിവുണ്ടോ, നിന്നെ 4 ആൾ അറിയോടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ് കേന്ദ്രം അവരോട് ചോദിച്ചത്. അത്ര നിസ്സഹായ അവസ്ഥയാണ്. കറക്റ്റ്. ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ഈ എഥനോളിന്റെ വണ്ടി ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങി. മാരുതിക്കാർ ഇറക്കി, വാഗണാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വണ്ടി ഇറങ്ങി. പഞ്ച് എന്ന് പറഞ്ഞിട്ട് ടാറ്റ ഒരു വണ്ടി ഇറക്കി. ഇതിന്റെ എവിടെങ്കിലും അങ്ങനെ ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോകണമല്ലേ വണ്ടി വീട്ടിൽ പാർക്ക് ചെയ്യുമ്പോഴുന്നത്? ഫുള്ള് എഥനോളിലാണ് ഓടുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതേ കണക്ക് കള്ളത്തരം. പിന്നെ പറയുന്നത് എഥനോളി മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളം കയറി നമ്മുടെ ഇഞ്ചിനൊക്കെ ഡാമേജ് ആയിപ്പോവും. എടാ പൊട്ട, 2-3 വർഷമായിട്ട് നമ്മളെല്ലാം എഥനോൾ കലർത്തിയ പെട്രോളാണ് ഞാനും ധനുഷും നമ്മൾ കാണുന്ന ഈ പ്രേക്ഷകരെല്ലാം ഈ വണ്ടിയല്ലേ ഓടിച്ചോണ്ട് പോകുന്നത്. എന്നിട്ട് വെള്ളം കയറി എവിടെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ? വണ്ടിക്ക് കംപ്ലൈന്റ് വരും, സ്വാഭാവികമാണ്. അത് ഇപ്പൊ പെട്രോൾ ഒഴിച്ചാലും ഇനി ഏവിയേഷൻ ഓയിൽ ഓടിച്ചൊഴിച്ചാലും കംപ്ലൈന്റ് തന്നെ വരും. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഇത്. അത് ചീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഈ ഓയിൽ മാഫിയയ്ക്ക് വലിയ പിടുത്തം ഈ ലോകത്തിന്റെ മുകളിൽ ഇല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ലോകത്തിന്റെ തന്നെ ഈ ഊർജ പ്രതിസന്ധി രൂക്ഷമാകുകയും പലപ്പോഴായിട്ടുള്ള യുദ്ധങ്ങൾ, പലപ്പോഴായിട്ടുള്ള ഉപരോധങ്ങൾ, പലപ്പോഴായിട്ടുണ്ടാകുന്ന സാമ്പത്തിക വേരിയേഷൻസ്, തകർച്ചയും ഉയർച്ചയും ഒക്കെ വന്നു. കോവിഡ് വന്നതോടുകൂടി ഇത് മുഴുവൻ തകിടം മറിഞ്ഞു ലോകത്തിന്റെ മൊത്തം. അപ്പൊ സ്വയം ഈ എന്തെങ്കിലും ഒരു ഊർജ്ജം കണ്ടുപിടിച്ചേ മതിയാകൂ എന്നുള്ള ഈ കോവിഡ് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതിനകത്ത് ഒന്നാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ മതിയാകും എന്നൊരു വലിയ പ്രയാണത്തിലേക്ക് ആളുകൾ നീങ്ങി. കാരണം ഇനി എത്ര നാൾ ഇതൊക്കെ ഉണ്ടാകും എന്നൊരു പിടുത്തമില്ലാതായി. പഴയതുപോലെ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ അവര് പോലും അവരുടെ ഈ ഓയിലല്ല അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത് കൂടുതലും. UAE പണ്ടേ മാറി. ഇപ്പോൾ ഖത്തർ, അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടത്തേക്ക് വലിയ വലിയ കമ്പനികളെ ആകർഷിച്ചിട്ടുണ്ട്. അതൊരു ബിസിനസ് ഹബ്ബാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഇത് ഇനി അധികം നാൾ ഓടില്ല എന്നുള്ളത്. അമേരിക്ക പണ്ടേക്ക് മാറി അവരുടെ 50% ഇന്ധനം അവർ മറ്റു പല മാർഗത്തിൽ നിന്നാണ്, സോളാറും ഗ്യാസ് ഷെല്ലും അങ്ങനെയുള്ള മാർഗത്തിലേക്ക് അവർ 45 ഏറ്റവും വലിയ രസം വെച്ചാൽ ഈ അമേരിക്കയിൽ ക്രൂഡ് ഓയിൽ അവർ കുഴിച്ചെടുക്കുന്നുണ്ട്. ഉൽപാദനമുള്ള രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് പോലും അവർ 45% യൂസ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ത്യയിൽ അതിന്റെ വളർച്ച വന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് പാർലമെന്റിൽ കോൺഗ്രസിന്റെ MP ചോദിച്ചതാണ് നിതിൻ ഗഡ്കരിയോട്, ഈ വണ്ടി വഴി കിടന്ന് നിങ്ങൾ വന്ന് തള്ളുവന്നു, നിതിൻ ഗഡ്കരി വന്ന് തള്ളിത്തരുമോ നീ ഇലക്ട്രിക്കൽ വണ്ടി വഴി കിടന്നു കഴിഞ്ഞാൽ. ഇന്നലെ ഞാൻ ടാറ്റയുടെ ഒരു പുതിയ കാർ ഇറങ്ങുന്നുണ്ട്, ഇലക്ട്രിക്കൽ കാറാ, ഈ സിയറ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇറങ്ങും.
600 കിലോമീറ്റർ റേഞ്ച് അവർ പറയുന്നത്. അവർ പറയുന്നത് അവർ അടുത്ത വണ്ടി ഉടനെ വരുന്നുണ്ട്, ആ വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ 1000 അതിന് മേലുള്ള പല കമ്പനികളും ഇപ്പം 1000 മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് ട്രക്കാണ്, ഇലക്ട്രിക്കൽ പെട്രോളുമായിട്ടുള്ള. ഹൈബ്രിഡ് അല്ല, ഇനി വരുന്ന അല്ലല്ല സിയാറ ഫുള്ളി ഇലക്ട്രിക്കലാണ്. 600 കിലോമീറ്റർ കേരളത്തിലൊക്കെ അത് ധാരാളമാണ്. 600 കിലോ ഒറ്റ ചാർജിൽ 600 കിട്ടുക എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് ഓടിയിട്ട് വരാം. പിന്നെ അതിന്റെ ഡബിളിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി അവരിപ്പോ ഉടനെ ഇറക്കുന്നുണ്ട്. അവർ 2029 ടാറ്റ ഹൈ റേഞ്ച് ഉള്ളത്. കാരണം ഇന്ത്യക്കാർക്ക് എപ്പോഴും ഈ മൈലേജ് ഒരു വലിയ വിഷയമാണ്. കാരണം പൈസ മുടക്കുമ്പോൾ അതിന് ഇത് വേണമെന്നുള്ളത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാം, നമ്മൾ വലിയൊരു പൊട്ടന്മാരായി നമ്മുടെ മലയാളികൾ. ഞാൻ അതോടൊന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. നമ്മള് ഈ EMI ഒക്കെ നോക്കി കറക്റ്റ് ചെയ്ത് പെട്രോൾ അടിക്കും. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഈ പെട്രോളൊക്കെ വളരെ ലുബ്ധിച്ചാണ് നമ്മൾ അടിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നറിയാം, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ലോകം മുഴുവൻ ചുറ്റാൻ പോകും, ടൂറ് പോവും. അവിടെ പോയി അതിന്റെ എക്സ്പെൻസ് നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ടോ? അതിന്റെ എക്സ്പെൻസ് കണക്കൂട്ടുമ്പോൾ ഒരു മാസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കറങ്ങാൻ പോകുന്ന പൈസയും EMIയുടെ പൈസയുടെ ഡബിൾ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഒന്നുകിൽ കാൽക്കുലേഷനിൽ നമ്മൾ ജീവിക്കണം, അങ്ങനല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട, പക്ഷെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ 100 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു 200 കിലോമീറ്ററെങ്കിലും മൈലേജ് കിട്ടണം എന്ന ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം തന്നെ നല്ല മൈലേജുള്ള വാഹനങ്ങൾ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ എഥനോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് വിജയിക്കുമോ എന്ന് ചോദിച്ചു. എഥനോൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിജയിക്കുന്ന സാധ്യതയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ ഇന്നലെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു അവിടുത്തെ സർക്കാർ, 2 വീലറും 3 വീലറും ഇനി മുതൽ ഡീസലും പെട്രോളും ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിലേക്ക് മാറാം, ഹൈബ്രിഡിലേക്ക് മാറാം, CNGയിലേക്ക് മാറാം, ഇല്ലെങ്കിൽ എഥനോളിലേക്ക് മാറിക്കോണം. അതിന് അവിടുത്തെ സർക്കാർ ചെയ്യുന്ന അങ്ങ് അറുത്തുമുറിച്ച് പറയുകയല്ല ചെയ്യുന്നത്. 1 ലക്ഷം രൂപ അവർ കോമ്പൻസേഷനും കൊടുക്കും. അത് കൂടാതെ തന്നെ ടാക്സ് ഇല്ലാതാണ് ഈ പുതിയ വണ്ടി എടുക്കാൻ പറയുന്നത്. ഈ വണ്ടി ഷോറൂമുകാർ തന്നെ തിരിച്ചെടുത്തോളൂ. അവർ ഈ വണ്ടി ഇവർക്ക് കൊടുക്കും, പുതിയ വണ്ടി കൊടുക്കും. അതിന് ടാക്സും കൂടി ഇല്ലെന്ന് പറയുമ്പോൾ നല്ല ലാഭത്തിന് വണ്ടി കിട്ടും. പിന്നെ ഇവർക്ക് 1 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. അതായത് വണ്ടി എടുക്കുമ്പോൾ ഒരു തുക കിട്ടും, അത് കൂടാതെ 1 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്കൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 രൂപയോ 1.5 രൂപയോ ചിലപ്പോൾ മാക്സിമം ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രേ ആകുന്നുള്ളൂ പുതിയൊരു വണ്ടി. ഇത് വരുന്നു. ഇതായാലും എഥനോൾ കയറുന്ന പെട്രോൾ നമ്മൾ കയറ്റി വിടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലേക്ക് മാറുകയാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ രാജ്യം എണ്ണ കയറ്റുമതി ചെയ്യുമെന്ന്. ഇന്ന് വരെ എണ്ണ ഇരന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഗൾഫ് യുദ്ധം ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ആളുകളും പറഞ്ഞോട്ട് ഗൾഫുകാർ തീരുമാനിച്ച അന്ന് തീരും ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് ഇന്നിപ്പോ ഇന്ത്യ റഷ്യ പോലെയുള്ള വലിയ എണ്ണ ഉൽപാദന രാജ്യങ്ങളിലേക്ക് സ്വന്തം, അതായത് എഥനോൾ നമ്മുടെ സ്വന്തമാണ്. ആ എഥനോൾ കലർന്ന ഇന്ധനം നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ 22 കലർന്ന ഇതാണ് നമ്മളിപ്പോൾ റഷ്യയിലേക്ക് കടത്തിവിടുന്നത്. അത് അധികം വൈകാതെ 85ലേക്ക് മാറിയാലും റഷ്യ അത് വാങ്ങും. അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട്, മനോരമയുടെ ആ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി കുഴിച്ചെടുക്കുന്നതല്ല, ആവാഹിച്ച് പിടിക്കുന്നതാണ്. കാരണം ഇത് വാറ്റിയാണല്ലോ എടുക്കുന്നത്, അങ്ങനെ പിടിക്കുന്നതാണ്. ഏതായാലും അത് നമ്മൾ ഒരു എണ്ണ ഉൽപാദക രാജ്യത്തിലേക്ക് നമ്മൾ പതുക്കെ ചുവട് വെക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.